നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗം റിയാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു പ്രാന്ത് പടം കണ്ടു. പടത്തിന്റെ പേരാണ് പൈങ്കിളി. ഈ സിനിമ ഇത് 2 മാസത്തിനടുത്ത് എന്തോ ആയി റിലീസായിട്ട്. ഇപ്പോഴാണ് OTT റിലീസായിരിക്കുന്നത്. എന്നാൽ ഞാൻ പടം കണ്ടു. പടത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വട്ടുപടം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. കാര്യം ഈ സിനിമയുടെ എല്ലാ കഥാപാത്രങ്ങളും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും അരപ്പിരി ലൂസാണ്. എൻ്റെ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഈ സിനിമ എഴുതിയ ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ഈ കഞ്ചാവ് ഇട്ട് വലിച്ചിട്ട് കത്തിച്ചിട്ട് മണപ്പിച്ചിട്ട് എന്തോ ഉണ്ടാക്കിയ സിനിമയായിട്ടാണ് ഇത് കണ്ടപ്പം തോന്നിയത്. Tin Atindo kaya din wo. കാര്യം ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഭ്രാന്താണ്. I love you. ഇതിലൊരു സീനുണ്ട്. അതായത് നമ്മുടെ നായകനും നായകൻ്റെ കൂട്ടുകാരനും കൂടെ ബൈക്കിൽ പോയിട്ട് എവിടെയോ നിർത്തിയിട്ട് ഒരു ചായ കുടിക്കും. ചായ കുടിക്കുമ്പോൾ ആ ചായക്കടക്കാരൻ്റെ ഫേസ് കാണിക്കുന്നില്ല. പക്ഷേ ആ ചായക്കടക്കാരൻ്റെ ഫേസ് കാണിക്കുന്നില്ലെങ്കിലും അയാളുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അയാളുടെ ഡയലോഗ്സ് കേൾക്കാൻ പറ്റും. ആ ഡയലോഗ്സ് മനസ്സിലാവുന്ന ആ പുള്ളിക്ക് വരെ ഭ്രാന്താണ്. പിന്നെ നമ്മുടെ എപ്പോഴും പ്രാന്തൻ ഫിലിം മേക്കർ എന്ന് പറയുന്നത് LGP സത്യം പറഞ്ഞാൽ ആ പ്രാന്തൻ ഫിലിം മേക്കർ എന്നുള്ള ടാഗ് സീരിയസ് ആയിട്ട് എടുത്തായിട്ടാണ് എനിക്ക് ആ സീൻ കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ, നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ അതിനകത്ത് ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ട് ആയിട്ട് അല്ലെങ്കിൽ അതിന് എക്സാജുറേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ ഒരു സിനിമയിൽ എല്ലാവരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് വേറെ ഏതോ യൂണിവേഴ്സ് നടക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ ഇതിലൊരുപാട് ലോജിക്കൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ അനശ്വര ചെയ്ത കഥാപാത്രം എടുക്കുന്ന ഡിസിഷൻസ്, അവർ ചെയ്യുന്ന പ്ലാനുകളൊക്കെ കാണാൻ നമ്മൾ ആലോചിക്കും, ഇത് ഏത് ലോകത്താണ് ഇങ്ങനെ ഒരാൾ ഇത് തീരുമാനം എടുക്കുന്നത്? ഓക്കെ, ആ കുട്ടിക്ക് പൂർത്തിയായിട്ടില്ല, 18 വയസ്സിന് താഴെയാണ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ മണ്ടത്തരമുള്ള കാര്യം കാണിച്ചു കൊടുത്തു. കാരണം പെണ്ണിന് പഠിക്കണം അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണ് പെണ്ണിന് മെയിൻ. വീട്ടുകാർ അവിടെ കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഓക്കെ, നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടി ഈ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വിടാം. പക്ഷേ ഈ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വിടാൻ ശ്രമിക്കുന്ന സമയങ്ങളൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും താഴെ നിൽക്കുന്ന സമയത്താണ് ഈ പെൺകൊച്ചി ഇറങ്ങി ഓടുക. ടാഗും തൂക്കി വഴിക്കൂടി ഓടാനല്ല, പ്രേമിച്ചിട്ട് ഒളിച്ചോടണം. ഇറങ്ങി ഓടുകയെന്നുണ്ടെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് ഇറങ്ങി ഓടിയപ്പോൾ അതില്ല. ഇതിനകത്ത് ഒരു ത്രില്ലില്ല. എല്ലാം താഴെ ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ പെണ്ണ് ഇറങ്ങി ഓടിയത്. അതൊന്നിന്. പിന്നെ ഇത് സാധിക്കാത്തതുകൊണ്ട് എന്നെ പ്രേമിച്ചിട്ട് ഒളിച്ചോടിയിട്ട് അയാളെ പറ്റിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ പ്രേമിച്ച് ഒളിച്ചോടി പോകുന്ന ആരുടെ ഏതെങ്കിലും ഒരു ഗുണ്ടെ പ്രേമിച്ചിട്ട് ഒളിച്ചോടി. ഇതിലെ ലോജിക്ക് എന്തോ അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ആവേശം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തില് അവർക്ക് ലോക്കൽ ഒരു സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗുണ്ടയുടെ കൂട്ടുകാരായി കഴിഞ്ഞാൽ ലോക്കലിൽ അവർക്കൊരു പവർഫുൾ സംഭവം കിട്ടൂ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന ആ സംഭവം നമുക്ക് ലോജിക്കലി ഓക്കെയാണ്. ഇതിനകത്ത് എന്ത് ലോജിക്കാവുന്നത് എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട്. അപ്പോൾ ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് പുള്ളിയുടെ ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി ഇവർ ആക്ച്വലി കാണിക്കുന്ന അബദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി ലാസ്റ്റ് കൂട്ടുകാരി വന്ന് പറയുന്നുണ്ട്, അയ്യോ ഞാൻ നിന്നെക്കാട്ടും എൻ്റേതല്ലേ, അപ്പം എനിക്കെന്തോ അപ്പം തോന്നിയ മണ്ടത്തരത്തിൽ പറഞ്ഞാണ്, പക്ഷേ ഞാൻ പറഞ്ഞ ഐഡിയ ഒക്കെ മണ്ടത്തരമാണ്. ഇത്രയും പൊട്ടത്തരം കാണിച്ചു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റി ഇങ്ങനൊരു സീൻ വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ഒരു മണ്ടൻ തന്നെ നീ. ഇതിവര് പ്രായപൂർത്തി അല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അത്രയധികം ബോധമില്ല. അപ്പോൾ ഇത്രയധികം ബോധം ഇല്ലാത്തവരാണോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്? ഇവരെന്തുവാണ് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇത് എന്തൊക്കെ കോമഡിയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ മെയിൻ പോസിറ്റീവായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നത്, എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാണുവാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ചില്ല. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് സത്യം പറയാൻ എടുത്ത് പറയുന്ന ചില മ്യൂസിക് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പിന്നീട് ഇതിന് ചില ഒരു കോർ ഐഡിയ ഉണ്ട് ഈ നമ്മുടെ നായകനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള. അതായത് നായകൻ ഒരു കൊലപാതകം നടത്തുകയും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ പുള്ളി ഒരു ഭ്രാന്താശുപത്രി പോയി കിടക്കുകയും അതിനുശേഷം അത് അവർ വീട്ടുകാർ കാണുകയും പിന്നീട് അയാൾക്ക് ഭ്രാന്തായിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു ഐഡിയ രസമുണ്ട്. പക്ഷെ അതിനെ ഇങ്ങനെ കാണിച്ച് അതുപോലെ തന്നെ ഇയാൾക്ക് ഭ്രാന്താണെന്ന് അറിയിക്കാൻ ഇയാൾക്ക് ഭ്രാന്താശുപത്രി പോയി കിടക്കണമെന്ന് LGP പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്, സത്യത്തിൽ ഇയാൾക്ക് ഭ്രാന്തില്ലായിരുന്നു ഇത്രയും. കാര്യം നമ്മുടെ നായകൻ്റെ അഭിനയം അത്ര നേരം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇയാൾ സത്യത്തിൽ ഭ്രാന്തല്ലേ എന്നാണ്. അപ്പോഴാണ് LGP പറയുന്നത് താങ്കൾക്ക് ഭ്രാന്തായിട്ട് അഭിനയിക്കണം. അപ്പം ഞാൻ ശരിക്കും ആലോചിച്ചപ്പോൾ ഇയാൾക്ക് സത്യത്തിൽ ഭ്രാന്തില്ലായിരുന്നു. സുഗുന് പ്രാന്തില്ല. ഇതൊരു മോണോ ആക്ട് സീനൊക്കെ പുള്ളി കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഓവറായിട്ടാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഫുൾ ഓവറാക്കി ചളമാക്കി എന്തിനാണെങ്കിലും സിനിമ എടുത്തത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായി. ഒരു സീനുണ്ട്, ഒരു കോമഡി സീനാണ്. ഇതിൽ കോമഡി കാണിക്കാൻ പറ്റുള്ള സീനാണ്. നമ്മുടെ നായക അനശ്വരരാജൻ ഗുണ്ടെ പ്രേമിക്കണമെന്ന് പറഞ്ഞ് അവസാനം റിയാസ് ഖാനോട് ഇഷ്ടമാണെന്നൊക്കെ പറയും. പിന്നീട് റിയാസ് ഖാനോട് ഒളിച്ചോടി പോകാൻ വേണ്ടി റിയാസ് ഖാൻ്റെ വീടിൻ്റെ തിണ്ണയിൽ പോയി കിടക്കുന്നുണ്ട്. തിണ്ണയിൽ പോയി കിടക്കുന്ന സമയത്ത് റിയാസ് ഖാൻ വന്നിട്ട് ഇവിടെ വിളിക്കും. അപ്പോൾ ഉറങ്ങുകയാണ് ആ പെണ്ണ് അവിടെ കിടന്നിട്ട്. ആറ് വീടിൻ്റെ തന്നെ പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഇതൊക്കെയാണ് എന്ത് ലോജിക്ക്? അപ്പോൾ ഇയാൾ പോയിട്ട് ഇവിടെ വിളിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അയാൾക്ക് ആലോചിക്കുന്നത് ഇവിടെ പേര് ഓർക്കുന്നില്ല. അപ്പോൾ ഇവിടെ പേര് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇവിടെ അവർ വിളിക്കത്തില്ല. അത് വിളിക്കാൻ ഇവരെ പേരൊക്കെ ഓർത്തിങ്ങനെ ബുദ്ധിമുട്ടും. അതായത് 1-2 മണിക്കൂർ ആലോചിക്കും ഇവിടെ പേരെന്താ എന്നിട്ടേ വിളിക്കത്തുള്ളൂ. കമോൺ, എന്തത്?
ആ എന്തൊക്കെയാ എന്തൊക്കെയാ എന്താ പറ എനിക്കറിയില്ല. എന്തോന്ന് പടം രീതി മൊത്തത്തിൽ പറഞ്ഞാല് എന്തിനാണ് ഈ ഒരു സിനിമ എന്തിനാണ് ഉണ്ടാക്കിയത്? ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത്? എന്താണ് എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ മനസ്സിലായത് മാധവാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആവേശം ഹിറ്റായപ്പം ജിത്തു പറഞ്ഞ് അടുത്തൊരു പടം ചെയ്യാം. ഡയറക്ഷൻ വേറെ ആൾ ചെയ്തിട്ട്. കഥയെന്ന് പറയുമ്പോൾ തന്നെ ഫഹദ് ഫാസിൽ പറഞ്ഞ ആവേശമൊക്കെ ചെയ്തതല്ലേ, എന്തിനാ കഥയൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി പൈസ കിട്ടി സിനിമ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മൊത്തത്തിലൊരു പ്രാന്ത് പടം. നമുക്ക് പ്രാന്ത് പടം എന്ന് പറയുമ്പോൾ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതായത് ചില സിനിമ ഉണ്ട്, ഇപ്പോൾ LGB നമ്മൾ പ്രാന്ത് ഡയറക്ടർ പോലെ അവർ അൺകൺവെൻഷണൽ വേ ഓഫ് മൂവി മേക്കിംഗ് ഒക്കെയാണ്. ഇത് അൺകൺവെൻഷണൽ വേ ഓഫ് മൂവി മേക്കിംഗ് ഒന്നും അല്ല. ഒരു സിനിമ എടുത്ത് അലമ്പായി പോയതാണ്, വേറൊന്നും. ഓക്കെ ഗൈസ്, കൂടുതൽ സിനിമ റിവ്യൂസ് ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.